ചാക്കോച്ചായ, എഴുന്നേക്ക്. സമയം 4 മണിയായി. എഴുന്നേക്ക്, നമുക്ക് പ്രാർത്ഥിക്കാം. എടി മറിയാമേ, ഞാനൊന്ന് ഉറങ്ങട്ടെ. മണി 4 ആയിട്ടുള്ളൂ. നേരെ ഒന്ന് വിളിക്കട്ടെ നീ, എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കീർത്തനത്തിൽ എന്താ പറയുന്നതെന്ന് അറിയോ? ദൈവമേ, നീ എന്റെ ദൈവം, അതിരാവിലെ ഞാൻ നിന്നെ അന്വേഷിക്കുന്ന. മതി ഉറങ്ങിയത്. അതെ, സ്നാനപ്പെട്ട മാത്രം പോരാ, കർത്താവിന് വേണ്ടി കുറച്ച് ഉണർവൊക്കെ അങ്ങ് വേണം. ഞാനും എൻ കുടുംബവുമോ യേശുവെ ആരാധിക്കും, തൻ വചനം അനുസരിച്ച് മാതൃകയായി ജീവിക്കും. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. നല്ലവനായ ദൈവമേ, എന്റെ സ്വർഗീയ പിതാവേ, ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ പ്രഭാതത്തിനായി എന്റെ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. ഓ, നീ എന്റെ ദൈവം, അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും. രക്തത്താൽ ജയമെടുക്കുന്ന കർത്താവേ, സ്തോത്രം സ്തോത്രം. എന്റെ ഭർത്താവിനെ നിന്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു. എന്റെ മക്കളെ, എന്റെ കൊച്ചുമക്കളെ എല്ലാം കർത്താവെ നിന്റെ പാദപീഠത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എന്റെ പാസ്റ്ററിനെ ഏൽപ്പിക്കുന്നു, ഞങ്ങളുടെ വിശ്വാസികളെ ഏൽപ്പിക്കുന്നു, ഞങ്ങളുടെ സഭയെ ഏൽപ്പിക്കുന്നു, ഞങ്ങളുടെ ദേശത്തെ ഏൽപ്പിക്കുന്നു. കർത്താവേ, നീ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ. വിശുദ്ധിയോടെ ജീവിക്കുവാൻ കർത്താവിന് വേണ്ടി ഈ നാളുകളിൽ ഉണർന്നിരുന്ന് ജാഗരിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഓ, താഴ്ത്തി ഏൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. അച്ചായ, ദേ ഇങ്ങനെ ഒന്ന് ഇരുന്നാ പോരാ കേട്ടോ. പിന്നെ ഞാനെന്താ ഇങ്ങനെ ഇരിക്കുന്ന മതിയോ? ഞാൻ അതല്ല പറഞ്ഞത്. നമുക്ക് ആത്മീകമാരിങ്ങനെ തമാശയൊന്നും പറയരുത്, അത് പാവവാ. ബൈബിൾ എന്താ പറയുന്നേ? പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ചേർച്ചയില്ലാത്തവ, ഇവയൊന്നും വിശ്വാസികൾക്ക് യോജിച്ചതല്ല എന്നല്ലേ. കർത്താവ് വന്ന സ്വർഗത്തിൽ പോണെങ്കിലേ കുറച്ചൊക്കെ ഉണർവ് എരിവൊക്കെ വേണം. ആ, ശരി ശരി, അങ്ങനെ ആകാമേ. മതി മതി, ഉപദേശമൊക്കെ മതി. ഇതാരാണ് ഇത്ര രാവിലെ ബെല്ലടിക്കുന്നത്? അല്ല, ഇതാര്? നമ്മുടെ അയൽവാസി എൽദോയോ? ഭാഗത്തേക്ക് വാ, ഇരുന്നാട്ടെ. ഞാനിവിടെ ഇരിക്കാനൊന്നും വന്നതല്ല, ഒരു കാര്യം അങ്ങോട്ട് പറയാൻ വന്നതാണ്. ഞങ്ങൾക്കും ഭക്തിയും ദൈവമൊക്കെ ഉള്ളവരാ. നിങ്ങൾ കാരണം ഇവിടെ മനുഷ്യർ ജീവിക്കണ്ടേ? ഇതെന്തൊരു ബഹളമാ. മനുഷ്യർക്ക് ഉറങ്ങാൻ പഠിക്കൊന്നും വേണ്ടേ? ഇതിപ്പോ പല പ്രാവശ്യം പറഞ്ഞു. ഇനി ഇത് തുടർന്നാൽ ഞാൻ പോലീസിനെ വിളിക്കും. എന്താ നിങ്ങളുടെ വിചാരം? നിങ്ങൾ മാത്രമേ സ്വർഗത്തിൽ പോയുള്ളൂ? ഒരു പെന്തക്കോസുകാർ വന്നേക്കുന്നു. കുറച്ചൊക്കെ മറ്റുള്ളവരെ മനസ്സിലാക്കണം. ഞാനും ഒരു ക്രിസ്ത്യാനിയാ, കുറച്ച് ബൈബിളൊക്കെ എനിക്കും അറിയാം. നിങ്ങളുടെ ബൈബിളിൽ പറഞ്ഞിട്ടില്ലേ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന്? സ്നേഹിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുതെന്ന്. ദൈവത്തെ ഓർത്ത് ഞങ്ങളെ ഉപദ്രവിക്കല്ലേ? പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എൽദോയെ, പോലീസും പീലീസും ഒന്നും പറഞ്ഞ് പേടിപ്പിക്കല്ലേ. അമ്പലത്തിലെ മോസ്കിലെയും പള്ളിയിലെ ശബ്ദമൊന്നും എൽദോയ്ക്ക് ഒരു വിഷയല്ലേ. ഞങ്ങൾ ഇവിടെ നിന്നൊന്ന് പ്രാർത്ഥിക്കുന്നതാണോ ലോകയുദ്ധം അല്ലേ? അല്ലെങ്കിലും ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, അന്ത്യകാലത്ത് അനേകർ ക്രൂശിന്റെ ശത്രുക്കളാവുന്നു. എൽദോ, ദൈവത്തെ പേടിയുള്ളവർക്കേ പോലീസും പീലീസും ഒന്നും കേട്ടാ പേടി വരത്തില്ല. പിന്നെ എൽദോ, എനിക്കധികം സംസാരിച്ചൊന്നും സമയം കളയാൻ നേരമില്ല. ഇന്ന് വെള്ളിയാഴ്ച, ഞങ്ങളുടെ കർത്താവിനെ ആരാധിക്കുന്ന ദിവസം ഇന്ന്. എൽദോ, നീയും വാ. നമ്മുടെ കർത്താവിനെ ആത്മാവിലും സത്യത്തിലും നമുക്ക് ആരാധിക്കാനേ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച്
കർത്താവിന് വേണ്ടി ഉണർന്ന് ജീവിക്ക്. ഇപ്പോ ഞാൻ പോകുന്നു. ഇനി ഇങ്ങനെ ആവർത്തിച്ചാൽ ഞങ്ങൾ കൈയും കെട്ടി നോക്കിയിരിക്കുകയല്ല കേട്ടോ. വയസ്സുകാലത്ത് വല്ലയിടത്ത് അടങ്ങി ഒതുങ്ങിയിരുന്ന് കൊച്ചുമക്കളെയും നോക്കി ജീവിച്ചാ പോരെ, അല്ലാതെ ചുമ്മാ. കർത്താവേ, ഇതുപോലെ എന്റെ ജീവിതത്തില് ഹൃദയനുറുക്കത്തെ തരണേ. എന്റെ യേശുവേ, ഞാനാകുന്ന പാത്രത്തെ ഇതുപോലെ കഴുകി വെടിപ്പാക്കണേ. എന്റെ കർത്താവേ, ഞാനാകുന്ന മന്ദിരത്തിലെ പൊടിപടലങ്ങള് ഇതുപോലെ ശുദ്ധീകരിക്കണേ. അച്ചായാ, അച്ചായാ, ഞാൻ ആരാധനയ്ക്ക് പോവാട്ടോ, സമയം പോയി. എന്തിനാടി ഇത്ര നേരത്തെ പോകുന്നത്? ഓ, ചർച്ചിന്റെ താക്കോല് നിന്റെ കയ്യിലാണല്ലോ അല്ലേ? ആ പോ. ഈ ആത്മീയൊക്കെ അങ്ങ് അവസാനം വരെ കാണണം കേട്ടോ എന്റെ മറിയാമേ. ഇത് ഞാൻ തുടങ്ങിയൊരു തമാശ. എന്തു പറഞ്ഞാലും ഒരു തമാശ. എനിക്ക് ആലയത്തിൽ ചെന്ന ആരാധനയുടെ അനുഗ്രഹത്തിന് വേണ്ടി ഒരു 1.5 മണിക്കൂറെങ്കിലും പ്രാർത്ഥിക്കണം. ഞാനേ നിങ്ങളെ പോലല്ല, ശീതവാനുമല്ല, ഉഷ്ണവാനുമല്ല. ഇങ്ങനെ വാട്ടപരുവത്തിലിരുന്നാലേ കർത്താവ് വന്നാൽ പോകത്തില്ല. നമ്മുടെ ആ സഭയിലെ അവറാച്ചനെ കണ്ടെന്ന് പഠിക്ക്. വന്നാലോ ആരാധന തീരുന്നവരെ മുഴങ്കാലും മടക്കി കൈകൊട്ടി ആത്മാവിൽ ആരാധിക്കുകയും പിന്നെ ഓരോ ആഴ്ചയിൽ ആ സാക്ഷിയൊക്കെ ഒന്ന് കേൾക്ക്. ഇങ്ങേർക്കാണ് ഒരു മര്യാദയ്ക്ക് ഒരു സാക്ഷ്യം പോലും പറയാൻ അറിയത്തില്ല, അല്ലാതെ ചുമ്മാ. ശരി, ഞാൻ കൊച്ചുമക്കളെയും കൂട്ടി 10 മണിയാകുമ്പോഴേക്കും വന്നേക്കാം. മറിയാമേ, നീ പോയി എനിക്ക് വഴി ഒരുക്ക്. മറിയാമേ. പിന്നെ ഞാൻ അല്പം താമസിച്ചാൽ അങ്ങ് വരും. പള്ളിക്കഞ്ഞി ഉള്ള ദിവസമല്ലേ. ക്രിസ്റ്റി, എടി സാറേ, മക്കളെ നിങ്ങളും വേഗം റെഡിയാവും. ശരി അപ്പച്ച. എടി ജിറ്റി, ഞാൻ രാവിലെ പെന്തിക്കോസ് അമ്മച്ചിയുടെ 4 എണ്ണം പറഞ്ഞടി. മനുഷ്യർക്ക് കിടക്കപ്പുറത്ത് തരത്തില്ല. ഇങ്ങനെയുണ്ടോ മനുഷ്യര്? എന്തു പറഞ്ഞാലും കർത്താവ് വരും. ഒരുങ്ങിയിരിക്കുക, ഉണർന്നിരിക്കുക. ഉണർന്നിരിക്കാത്തവരാരും സ്വർഗത്തിൽ പോവില്ല. എന്തൊരു കഷ്ടമാ. ദേ നോക്കിയേ, കൊച്ചെത്ര ദിവസമായി ഒന്ന് ഉറങ്ങിയിട്ട്. ഇപ്പം ചെറുപ്പത്തിൽ ഇത് കേട്ട് വളർന്നാൽ ആ വെന്തിക്കോസുകാരുടെ കൂടെ വലുതാകുമ്പോ പോകുമോന്നാ എന്റെ പേടി. ഇനി ഇങ്ങനെ പോയാൽ ഞാൻ നാട്ടുകാരെ കൂട്ടി പണി കൊടുക്കും. എടാ തക്കടക്കുട്ടാ, നീ എങ്ങാ അതിനകത്ത് പോയാണ്ടല്ലോ, അപ്പൊ നല്ല അടി തരും. ഉപദേശി പ്രൈസ് ദി ലോർഡ്. ആ മറിയമ്മച്ചേട്ടത്തി പതിപോലെ രാവിലെ എത്തിയല്ലോ. സ്തോത്രം. നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നു കളഞ്ഞെന്ന വചനപ്രകാരം എനിക്കിരിക്കാൻ പറ്റൂ? ഇങ്ങനെ 1000 മറിയമ്മച്ചേട്ടത്തിമാർ സഭയിൽ എഴുന്നേൽക്കട്ടെ. പാസ്റ്റർ പണി കളയുമെന്നാ തോന്നുന്നത്. പിതാവേ, നിന്റെ കൃപയാൽ ഈ രാജ്യം വന്നിടാൻ കൊതിച്ചിടുന്നു. പിതാവേ, നിന്റെ കൃപയാൽ ഈ രാജ്യം വന്നിടാൻ കൊതിച്ചിടുന്നു. പിതാവാകും ദൈവം, പുത്രനാകും ദൈവം, ആത്മാവാകും ദൈവം, നമ്മുടെ ദൈവം. ഈ സഭയിൽ കടന്നുവരുന്ന വിശ്വാസികളെല്ലാവരും വളരെ ആക്റ്റീവായിരിക്കണം. നമ്മളിൽ തീ കത്തണം. ആ തീ ആളിപ്പടരണം. ക്വാണ്ടിറ്റി മാത്രം പോരാ, ക്വാളിറ്റിയും വേണം. മറിയ ചേട്ടത്തെ കണ്ടു പഠിക്കേണ്ടതാണ്. എത്ര ഉത്സാഹത്തോടെയാണ് കർത്താവിന് വേണ്ടിയായിരിക്കുന്നത്. ഈ സഭയിൽ ഒരു അനുഗ്രഹമാണ് മറിയാമ്മ ചേട്ടത്തി. രാത്രികാലം ഇരുന്ന് പ്രാർത്ഥിച്ച് കിലോമീറ്ററുകൾ നടന്ന് നേരത്തെ തന്നെ ആലയത്തിൽ എത്തിച്ചേരും. നാം ഉത്സാഹത്തിൽ മടുപ്പില്ലാത്തവരായിരിക്കണം. ഇനി നമുക്ക് സാക്ഷ്യത്തിലേക്ക് കടക്കാം. Of your love forever, I could sing of your love forever. I could sing of your love forever. I could sing of your love forever.
thank the Lord for giving me a wonderful opportunity to stand in God's presence. My grandma is not well. Please do pray for her. I thank the Lord for giving me this opportunity to stand in God's presence. I'm really happy today. My 12th standard results were out. I have passed out with a rank. And if God wills, I'll be going to India for my entrance coaching. Please do pray for me. ത്രചിയും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. സ്തോത്രം സ്തോത്രം, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ദൈവം ഞങ്ങൾക്ക് നൽകിയ രക്ഷയോർത്ത് കോടിക്കോടി സ്തോത്രം. നമ്മളെല്ലാവരും ഉണരണം. കർത്താവ് വരാറായി. ഇങ്ങനെ എൻ്റെ അച്ചായനും കൂടി ശരിക്കും ഉണരാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ഉപദേശി, നമുക്ക് ഭവന സന്ദർശനത്തിന് പോകാം. ഈ നട്ടുച്ചയ്ക്കോ? ഈ വെയിൽ കൊണ്ട മനുഷ്യൻ വാടിക്കരിഞ്ഞു പോകും. ഈ സൂര്യന്റെ വെയിലേറ്റ് വാടിക്കരിഞ്ഞാലും നീതി സൂര്യൻ വരുമ്പോൾ നമ്മുടെ ഇരുനിറമൊക്കെ മാറില്ലേ ഉപദേശി? അത് മാത്രമല്ല, മേഘസ്തംഭമായി കർത്താവ് നമ്മുടെ കൂടെ ഇല്ലേ? ഈ ആത്മഭാരം എത്ര നാളൊക്കെ കാണുമോ ആവോ? അവസാനം വരെ കണ്ടാൽ ഇല്ലേ? കൊയ്ത്തിനായി വയൽ വിളഞ്ഞു കിടക്കുമ്പോൾ വേല തികയ്ക്കുന്നതാണ് എന്റെ ആഹാരം. പിന്നെ മറിയച്ചേടത്തിനെ എനിക്ക് ഒത്തിരി ഇഷ്ടമാട്ടോ. മുഖസ്തുതി പറയുവാണെന്ന് വിചാരിക്കരുത്. ഈ സഭയിലെ ഏറ്റവും ആക്റ്റീവായ വിശ്വാസി ചേടത്തി തന്നെയാ. ചേടത്തിയുടെ ഉണർവ് എല്ലാവർക്കും കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കൊച്ചേ, അതൊക്കെ ശരിയാ. പിന്നെ നീ ഇങ്ങനെയൊന്നും ഇരുന്നാ പോരാ കേട്ടോ. കർത്താവിന് വേണ്ടി ഉണരണം. എനിക്ക് ഈ വയസ്സാം കാലത്താ ഉണർന്ന് യേശുവിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടിയത്. നീ അങ്ങനല്ല. ഈ ചെറുപ്പത്തിലേ ഉണർന്ന് യേശുവിന് വേണ്ടി അങ്ങ് പ്രവർത്തിക്കുക. മറിയാമേ, എഴുന്നേൽക്ക്. സമയം 6 മണിയായി. എത്ര വേഗം നേരം വെളുത്തോ. മനമേ ുണർന്നീത പാടുന്നു ഗീതങ്ങൾ. മനമേ നീയുമുണർന്നേ യേശു പരനെ പാടി സ്തുതിക്കാം. മനമേ നീയുമുണർന്നേ യേശു പരനെ പാടി സ്തുതിക്കാം. മനുഷ്യനെ, ഞാൻ അടുക്കളയിലോട്ട് പോവാ. പിടിപ്പത് പണിയുണ്ട്. നിങ്ങൾ ആ പിള്ളേരെ കൂട്ടി വെച്ച് നേരം പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചോളാമേ, പ്രാർത്ഥിച്ചോളാം. ഞാൻ പ്രാർത്ഥിച്ചോളാം. എനിക്ക് കർത്താവിന് വേണ്ടി ഉണരണം. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചോളാം കേട്ടോ. ഞാൻ പള്ളി പോന്നേ. പിന്നാലെ പിള്ളേരെയും കൂട്ടി പോരു കേട്ടോ. മറിയാമേ, നീ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് താമസിച്ചാണല്ലോ പോകുന്നത്. പ്രാർത്ഥനാ ജീവിതമൊക്കെ കുറച്ചുവോ? ജീവിത പ്രാരാബ്ദങ്ങളൊക്കെ നോക്കി നടത്തുമ്പോൾ ഇച്ചിരി സമയമൊക്കെ കുറയും. എല്ലാവരുടെയും കാര്യം ഞാൻ തന്നെ വേണ്ടേ നോക്കാൻ? എല്ലാത്തിനും കൂടി സമയം എവിടാ? എന്ത് പ്രശ്നമുണ്ടായാലും ആത്മീയം കുറയുകയല്ല വേണ്ടത്, മറിച്ച് ആത്മീയം വളരണം. എനിക്ക് മാത്രം ഉണർവുണ്ടായാൽ പോരല്ലോ, മറ്റുള്ളവർക്കും കൂടി അങ്ങനെ തോന്നണ്ടേ? സഭ എന്റെ മാത്രമല്ലല്ലോ, എല്ലാവരുടെയും കൂടിയല്ലേ? മറിയച്ചേടത്തി വൈകിയല്ലോ, ഇന്ന് എന്തു പറ്റി? വീടൊക്കെ ഇട്ടേച്ച് അങ്ങനെ ഓടി വരാൻ പറ്റുമോ ഉദ്ദേശി?